ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 13-ാം ദിവസം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശൂനായ തിരുനാൾ, സ്ഥലം മാറ്റ തിരുനാൾ, സ്വർഗ സംവഹന തിരുനാൾ അഥവാ മോക്ഷക്കരറ്റ തിരുനാൾ, തയോത്തോക്കസിൻ്റെ നിദ്ര, ദ ഡൊർമീഷൻ ഓഫ് ദ തയോത്തോക്കോസ്, അതിനൊരുക്കമായിട്ടുള്ള ശൂനായ നോമ്പിൻ്റെ 13-ാം ദിവസം. ലിറ്റർജിയിലെ ഒരു കീർത്തനം നമുക്കിന്ന് കേൾക്കാം. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി, ദൈവത്തോട് നരനെ യോജിപ്പിച്ചോനെ വെച്ചു കീറത്തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി, ദൈവത്തോട് നരനെ യോജിപ്പിച്ചോനെ വെച്ചു കീറത്തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി. ജഗത് പോഷകൻ, ജഗത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവൻ, അതാണ് മറിയം പ്രസവിച്ച കുഞ്ഞ് ഈശോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ്ലീഹ വിളിച്ചത് ആരെയാണോ ആ ഈശോ. ഈശോയെ നോക്കി അവൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സ്വർഗത്തിലേക്ക് നോക്കിയെന്നല്ല. യഹോവ സാക്ഷികൾ ആ തിരുവചന പാഠം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. നസ്രത്തിൽ ഈശോയെ നോക്കി, ഉത്ഥാനം ചെയ്ത കർത്താവിനെ നോക്കിയിട്ടാണ്, ഈശോയെ നോക്കിയിട്ടാണ് തോമസ് പറഞ്ഞത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യഹോവ സാക്ഷികൾ പറയുന്നത് ഈശോ ദൈവമല്ല, ദൈവപുത്രൻ മാത്രമാണ് എന്നാണ് പറയണേ. പക്ഷേ ഈശോ ദൈവമായിട്ടാണ് തോമാസ്ലീഹ പ്രഖ്യാപിച്ചത്. അങ്ങനെ ജഗത്തിനെ മുഴുവൻ പോഷിപ്പിക്കുന്ന ആ കർത്താവും ദൈവമായ ആളെയാണ് മറിയം പ്രസവിച്ചത്. ആ മുട്ടിന്മേൽ ഇരുത്തിയത്, മുലപ്പാല് കൊടുത്തത്. അതാണ് മിശിഹായെ മറിയം മുട്ടിന്മേലിരുത്തി, മുട്ടിന്മേലേന്തി, സ്തന്യം, സ്തന്യം എന്നുവെച്ചാൽ സ്തനങ്ങളിൽ നിന്നുള്ള ഇല്ലേ മുലപ്പാല്, അമ്മിഞ്ഞപ്പാല്, വിമലം സകലം ജഗത് പോഷണേകി, വിമലമായ അല്ലേ കളങ്കമില്ലാത്ത മുലപ്പാല് ഈ ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നവന് മറിയം കൊടുത്തു. ജഗന്നാഥൻ അല്ലേ, ജഗത്തിൻ്റെ നാഥനാണ് ഈശോ മിശിഹ. ജഗത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനാണ് ഈശോ മിശിഹ. ആ ജഗത് പോഷകനെയാണ്, ജഗന്നാഥനെയാണ് മറിയം മുട്ടിന്മേലേന്തി അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് പോറ്റുന്നത്. അവൾ പെറ്റമ്മയും പോറ്റമ്മയുമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പെറ്റമ്മയല്ല, പോറ്റമ്മയാണ്. പ്രസവിക്കാനായിട്ട് ഏറെ വിദേശത്തോ എവിടെയെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ വാടകയ്ക്ക് എടുക്കുക, മുലപ്പാൽ കൊടുക്കുന്നതൊക്കെ മുലപ്പാൽ കൊടുക്കലില്ല. എന്നിട്ട് തനിക്ക് വേണ്ടി പ്രസവിക്കാൻ വേറെ സ്ത്രീ എടുക്കുക, എന്നിട്ട് ആ ശിശുവിനെ കാശ് കൊടുത്ത് വാങ്ങുക. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങൾ. മറിയം അങ്ങനെയൊന്നുമല്ല. അവൾ പെറ്റമ്മയുമാണ്, പോറ്റമ്മയുമാണ്. ഈ ആൽഫയും ഒമേഗയും ആയവൻ, അതാണ് ഈശോ മിശിഹ. ആരംഭവും അവസാനവും ഇല്ലാത്തവൻ. അവന് തനിക്കൊരു ആരംഭം ഉണ്ടാകുവാൻ, മനുഷ്യനാകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദൈവം ആൽഫയും ഒമേഗയും ആയവൻ, ആരംഭവും അവസാനവും ഇല്ലാത്തവൻ, തനിക്കൊരു ആരംഭം വേണം തീരുമാനിച്ച് മനുഷ്യനാകാൻ തീരുമാനിക്കുമ്പോൾ മനുഷ്യനായി വന്ന് രൂപമെടുക്കുന്നത് ഈ മറിയത്തിൻ്റെ ഗർഭത്തിലാണ്. അപ്പം ജഗന്നാഥൻ മറിയത്തിൻ്റെ ഗർഭത്തിലായിരിക്കുകയും അവൾ ജഗന്നാഥനെ പ്രസവിക്കുകയും അവന്, ഈ ജഗന്നാഥന് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് അല്ലെ മുട്ടിമേലെടുത്ത് ഇരുത്തുന്നു, അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നത് മറിയമാണ്. ചിലപ്പോൾ നമ്മൾ വിശ്വംഭരൻ എന്ന് പറയും, വിശ്വം മുഴുവൻ ഭരിക്കുന്നവൻ, വിശ്വംഭരൻ. ആ വിശ്വംഭരനെയാണ്, വിശ്വം മുഴുവൻ ഭരിക്കുന്ന വിശ്വംഭരനെയാണ് മറിയം മൊക്കത്തിരുത്തി കൊണ്ട് നടക്കുന്നത്. ജോസഫ് കൈപിടിച്ച് കൊണ്ടുപോയത്. ആ രംഗം, അതായത് മറിയം ഉണ്ണീശോയ്ക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന രംഗം ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. എന്തെല്ലാം വികാരങ്ങളായിരിക്കും ആ അമ്മയുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകുക. നമ്മളൊക്കെ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. പക്ഷേ അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ വികാരം അമ്മമാർക്ക് അറിയൂ. എങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന ആ അമ്മ ആ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം, അതുപോലത്തെ ഒരു ബന്ധമാണ് മറിയും യേശുവും തമ്മിൽ. അപ്പം എന്തെല്ലാം വികാരങ്ങളാണ് മറിയത്തിൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകുക. ഓരോ പ്രാവശ്യവും ഈ ഉണ്ണീശോയെ കയ്യിലെടുക്കുമ്പോഴും അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോഴൊക്കെ ഗബ്രിയേൽ മാലാഖയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്ക് മറിയം വീണ്ടും വീണ്ടും പോയിട്ടുണ്ടാകില്ലേ, ഈ മനുഷ്യാവതാരം സംഭവിച്ച നിമിഷത്തിലേക്ക്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനോ ഭാവനയിൽ കാണാനോ പറ്റുന്നതിനപ്പുറത്താണ് മറിയത്തിൻ്റെ വിചാരങ്ങൾ. ആഗസ്തീനോസ് ഇതേക്കുറിച്ചൊരു മനോഹരമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. സ്വർഗാധിസ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ
അവളുടെ ഉദരത്തിൽ പേറി. സ്വർഗത്തിനോ സ്വർഗാതി സ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവനെയാണ് മറിയം അവളുടെ ഗർഭത്തിൽ പേറിയത്. നമ്മുടെ ഭരണകർത്താവിനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ ഭരിച്ചു. നമ്മുടെ ഭരണകർത്താവാണ് ഈശോ. പക്ഷെ ആ ഈശോയെ ഭരിച്ചത് മറിയം എന്ന സ്ത്രീയാണ്, മറിയം എന്ന അമ്മയാണ്. കുഞ്ഞെ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മറിയം ചോദിക്കുന്നുണ്ട്. ഈശോയെ ശാസിക്കുന്നുണ്ട്. അതൊക്കെ ഒരു അമ്മയുടെ അധികാരവും അവകാശവും സ്നേഹവുമാണ്. വാത്സല്യമുണ്ട്, പക്ഷെ നല്ല ചോദ്യങ്ങളുമുണ്ട്. എന്തേ കുഞ്ഞെ, നീ എന്തേ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ? നിന്റെ അപ്പനും ഞാനും അന്വേഷിച്ച് തളർന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതൊരു അമ്മയുടെ ഇല്ലേ ഉത്കണ്ഠ, ആകുലത അത് പ്രകടിപ്പിക്കുന്നു. അവൻ ദൈവപുത്രനോ ഒക്കെ ആയിരിക്കാം, പക്ഷെ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയായിരിക്കുന്ന കാലത്തോളം അമ്മയുടെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കണമെന്ന് തന്നെയാണ് അമ്മ പറഞ്ഞതിനർത്ഥം. അപ്പോൾ മറിയം ഭയങ്കര ചങ്കൂറ്റമുള്ള ഒരു അമ്മയാണ്. വാത്സല്യം ഇല്ലേ ഇങ്ങനെ ഇറ്റിട്ട് നിൽക്കുന്ന ഒരു അമ്മയാണ്. അതുപോലെ തന്നെ നല്ല അച്ചടക്കം പാലിച്ച ഒരു അമ്മയാണ്. നാം ആരിൽ ജീവിക്കുന്നുവോ അവനെ മറിയം കൊണ്ടു നടന്നു. നാം ആരിലാണോ ജീവിക്കുന്നത് ആ യേശുവിനെ മറിയം കൊണ്ടു നടന്നു. ഒക്കെ തിരുത്തി കൊണ്ടു നടന്നു, മുട്ടിമേലിരുത്തി. നമ്മുടെ ജീവന്റെ അപ്പത്തിന് മറിയം മുലപ്പാല് കൊടുത്തു. നമ്മുടെ ജീവന്റെ അപ്പമാണ് കർത്താവ്. ആ ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവിന് മുലപ്പാല് കൊടുത്ത് ജീവിപ്പിച്ചത്, പോറ്റിയത് മറിയമാണ്. അപ്പൊ ഞാൻ ആഗസ്തനത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി പറയാം. സ്വർഗത്തിനോ സ്വർഗാതി സ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ അവളുടെ ഉദരത്തിൽ പേറി. നമ്മുടെ ഭരണകർത്താവിനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ ഭരിച്ചു. നാം ആരിൽ ജീവിക്കുന്നുവോ അവള് മറിയം കൊണ്ടു നടന്നു. നമ്മുടെ ജീവന്റെ അപ്പത്തിന് മറിയം മുലപ്പാല് കൊടുത്തു. അപ്പൊ ലിറ്റർജിയിൽ ഇതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു കീർത്തനമുണ്ട്. മേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയുന്നവനെ, മഴ കൊണ്ട് ഭൂമിയെ നനയ്ക്കുന്നവനെ, കന്യക തന്റെ മുലകൾ ചുരത്തി മുലപ്പാൽ തുള്ളികൾ നൽകി പോഷിപ്പിച്ചു. മേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയുന്നവനെ, മഴ കൊണ്ട് ഭൂമിയെ നനയ്ക്കുന്നവനെ, കന്യക തന്റെ മുലകൾ ചുരത്തി മുലപ്പാൽ തുള്ളികൾ നൽകി പോഷിപ്പിച്ചു. അവന് ഗർഭം ധരിച്ചപ്പോഴും ഗർഭത്തിൽ കൊണ്ടു നടന്നപ്പോഴും വിസ്മയം കൊണ്ട് ഹൃദയം നിറഞ്ഞ മറിയം തന്നെ. അപ്പൊ നമുക്കിത് ഈ ആഗസ്തനസ് പറഞ്ഞല്ലോ, സ്വർഗത്തിനോ സ്വർഗാതി സ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്ക് രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തില് ശലോമോൻ എന്ന് പറയുന്ന ആളുടെ പ്രാർത്ഥനയിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ 1 രാജാക്കന്മാർ 8:27-30 സോളമന്റെ പ്രാർത്ഥനയുണ്ട്. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും അങ്ങയെ ഉൾക്കൊള്ളുക അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ആലയത്തിൽ അങ്ങയെ ഒതുക്കി നിർത്തുന്നത് എങ്ങനെ? എങ്കിലും ദൈവമായ യാഹ്വേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും അങ്ങ് തിരിയണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് സമർപ്പിക്കുന്ന കേൾക്കേണ്ടതിന് അങ്ങയുടെ ദൃഷ്ടികൾ രാവും പകലും ഈ ആലയത്തിന് നേർക്ക് തുറന്നിരിക്കണമേ. എന്റെ നാമം അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഈ സ്ഥലത്തെക്കുറിച്ച് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസന്റെയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ യാചന കേൾക്കണമേ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും അങ്ങ് ഉൾക്കൊള്ളുക അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ആലയത്തിൽ അങ്ങ് ഒതുക്കി നിർത്താൻ കഴിയോ? കഴിയില്ല. എന്നാലും അങ്ങയുടെ നാമം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചാൽ, ഇവിടേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥന കേൾക്കണം. ഈ സംഗതിയാണ് ആഗസ്തീനോസ് മറിയത്തിന് അപ്ലൈ ചെയ്യുന്നത്. സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത കർത്താവ് ജെറൂസലം ദേവാലയത്തിൽ നിഴൽ രൂപത്തിൽ വന്നു. മറിയത്തിൽ മനുഷ്യരൂപത്തിൽ, നിഴൽ രൂപത്തിലല്ല, ശരിക്കും യഥാർത്ഥത്തിൽ മനുഷ്യരൂപത്തിൽ വന്നു. അപ്പോൾ മറിയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ, ഇപ്പൊ മറിയമാണ് ദേവാലയത്തിന്റെ സ്ഥാനത്ത്. സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ പറ്റാത്തവനെ മറിയമാണ് ഗർഭത്തിൽ വഹിച്ചതും മുലപ്പാല് കൊടുത്തതും ഒക്കെ. അപ്പൊ ആ മറിയത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഈ ദേവാലയത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ ശക്തമാണ് മറിയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നമ്മളോട് ക്ഷമിക്കാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം. എത്രയോ ശക്തമാണിത്. അപ്പോൾ ഈ സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തവനെയാണ് മറിയം മുട്ടിന്മേൽ ഏന്തിയതും മുലപ്പാല് കൊടുത്ത്, അതും വിമലമായ മുലപ്പാല്, കളങ്കമില്ലാത്ത മുലപ്പാല്, അമ്മിഞ്ഞപ്പാല് കൊടുത്ത് ജഗന്നാഥന് പോഷണമേകിയതും. സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, ഇതൊക്കെ ഒരു കവിഭാവനയാണോ, അതോ ഇതിന് വേദത്താളുകളിൽ അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. ലൂക്കാസ് സുവിശേഷം 11:27-28 വായിച്ചു നോക്കിയേ.
അവൻ ഈശോ അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഒരു സ്ത്രീ. അപ്പൊ അവൾക്ക് മനസ്സിലാകും ഈ അവൾ പറയുന്ന ഭാഷ. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു പ്രതിവചിച്ചു, അതെ, എങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരത്രേ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇതിന് തൊട്ടുമുമ്പുള്ള രംഗം പിശാചിനെ അവന്റെ താവളത്തിൽ പോയി തോൽപ്പിച്ച് കൊള്ളയടിച്ചവനെ കുറിച്ചാണ് പറയണേ. ആ പിശാചിന്റെ സാമ്രാജ്യത്തെ തകർന്ന് തരിപ്പണമാക്കിയ നീയും ഈശോയും, പിന്നെ നിന്നെ വഹിച്ച സ്ത്രീയും, നിന്നെ വഹിച്ച മറിയവും, നിനക്ക് പാലൂട്ടിയ മറിയവും ഭാഗ്യം ചെയ്തവർ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അവനിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞെന്നല്ലേ? ഏത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ? പിശാചനെ അവനെ താവളത്തിൽ പോയി തോൽപ്പിച്ച് കൊള്ളയടിച്ച് അവന്റെ സാമ്രാജ്യത്തെ തകർന്ന് തരിപ്പണമാക്കിയ നീയും, നിന്നെ പ്രസവിച്ച സ്ത്രീയും, നിനക്ക് മുലപ്പാല തന്ന സ്ത്രീയും ഭാഗ്യം ചെയ്തവർ. ഇതുകൊണ്ടാണ് പിശാചന് താവളത്തിൽ പോയി അവന്റെ തല തകർത്തവനെ ചിത്രീകരിക്കുന്ന രംഗത്ത് മറിയം ഈ സർപ്പത്തിന്റെ തല തകർക്കുന്നതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അവള് ഗർഭത്തിൽ വഹിച്ചവനാണ് സർപ്പത്തിന്റെ തല തകർത്തത്. അപ്പോൾ നീയും നിന്നെ പ്രസവിച്ച സ്ത്രീയും, അതാണ് പോയിന്റ്. ഇത് എന്തുകൊണ്ടാണ് സർപ്പത്തിന്റെ തല തകർത്തവളായിട്ട് മറിയത്തെ ചിത്രീകരിക്കുന്നതിന്റെ ഈ പശ്ചാത്തലം ഇതാണ്. മാത്രമല്ല, ആ രംഗത്തെ കർത്താവ് വേറൊരു കാര്യം കൊണ്ട് പറയുന്നുണ്ട്. എന്നോടുകൂടി ശേഖരിക്കപ്പെടുന്നവര്, എന്നോടുകൂടി ശേഖരിക്കപ്പെടാത്തവർ ചിതറിക്കപ്പെടും, എന്നോടുകൂടി ശേഖരിക്കപ്പെടുന്നവർ സ്വീകരിക്കപ്പെടും. അങ്ങനെ യേശുവിനോട് കൂടെ ശേഖരിക്കപ്പെടുന്നവരിൽ മുൻപന്തിയിലാണ് മറിയം. കാരണം അവൾ രണ്ട് തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഒന്ന്, യേശുവിന്റെ ഭൗമിക കുടുംബത്തിൽ അംഗമാണ്. അവൾ കർത്താവിന്റെ അമ്മയാണ്. ലൂക്കാസ് 1:42, 1:48 കർത്താവിന്റെ അമ്മയാണ്. അതായത് ദൈവം മനുഷ്യനായ ആളെ ഗർഭം ധരിച്ച് പ്രസവിച്ചവളാണ് മറിയം. അങ്ങനെ ഒരു ഭാഗ്യം വേറെ ആർക്കും കിട്ടൂല. രണ്ട്, ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരുടെ കൂട്ടത്തിലും മറിയമാണ് മുന്നിൽ. ലൂക്കാസ് 1:38-45 ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞവള്. തീർന്നില്ല. എലിസബത്ത് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത്രയും വലിയ ഭാഗ്യം ചെയ്ത മറിയത്തെയാണ് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും ബ്രദർ അസംബ്ലിക്കാരും കത്തോലിക് സഭ വിട്ടുപോയ സകലരും അവമാനിക്കുന്നത്, ആക്ഷേപം ചൊരിയുന്നത്. അവര് തിരുവചനത്തിനെതിരെ പാപം ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ പറയാം പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നതാണ്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിന് പ്രചോദിതമായ തിരുവചനത്തെയാണ് അവർ വിഭജിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രംഗത്താണ് ഈ സ്ത്രീ പറയുന്നത്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഉദരവും മുലകളും, അതാണ് അല്ലേ ഉപയോഗിച്ച വാക്ക്. നിന്റെ അമ്മ ഭാഗ്യം ചെയ്തവളാണ് എന്ന് പറയുന്നുള്ള ഒരു സെമിറ്റിക് ശൈലിയാണ് ഉദരവും മുലകളും. ഒരു സ്ത്രീയെ അവതരിപ്പിക്കുകയാണ് അല്ലേ, ഗർഭവും മുലകളും. അത് ഒരു സെമിറ്റിക് ശൈലിയാണ്. സ്ത്രീ എന്ന് പറയുന്നതിന് പകരം പറയുന്ന വാക്കാണ് ഉദരവും മുലകളും. അതായത് നിന്റെ അമ്മ ഈ ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ അമ്മയാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേറൊരു സ്ത്രീ ഗർഭം ധരിച്ച് അതിനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ബൈബിൾ പറയുന്ന അമ്മയാകില്ല. നമ്മുടെ ലോകത്ത് ഇപ്പൊ സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ വലിയ ആളുകൾ മീഡിയ ഒക്കെ അതൊക്കെ എഴുതിയിടും. അതൊന്നും ദൈവത്തിന് മുമ്പിൽ വില പോകില്ല. മീഡിയയ്ക്ക് കാശ് കിട്ടണം, അതുകൊണ്ട് അവർ അത് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അതൊന്നും ദൈവത്തിന് മുമ്പ് വില പോകില്ല. ഈ ഗർഭം ധരിച്ച് പ്രസവിച്ച് അതിന് മുലയൂട്ടുമ്പോഴാണ് അങ്ങനെയുള്ള അമ്മമാർക്കാണ് ഭാഗ്യം. അത് ആണ് ഈ സെമിറ്റിക് ശൈലി. സെമിറ്റിക് കുടുംബത്തിലെ ഹീബ്രു ഭാഷ വളരെ മൂർത്തമായ പദാവലി ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ നദിയുടെ തീരത്തെ എന്താ പറയുക, നദീതീരം ഇല്ലേ, റിവർ ബാങ്ക്, മണൽ നിക്ഷേപിക്കുന്ന ഇല്ലേ, അങ്ങനെ നിക്ഷേപിക്കുന്ന ഒരു ഹീബ്രു ഭാഷ അങ്ങനെ പറയില്ല. ഹീബ്രു ഭാഷയിൽ നദിയുടെ മടിത്തട്ടാന്നാണ് പറയുക. നമ്മുടെ മടിത്തട്ട് പോലെ നദിയുടെ മടിത്തട്ട്. മകനെ അമ്മയുടെ ഗർഭഫലം എന്നാണ് പറയുക. നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നതാണ് നമ്മൾ ഈ മരിയസ്തുതിയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ചൊല്ലുന്നത്. നിന്റെ ഗർഭഫലം, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ, ഉദരത്തിന്റെ ഫലം, ഗർഭത്തിന്റെ ഫലം പറയൂ. അത് എലിസബത്ത് പറഞ്ഞതാണ്. ലൂക്കാസിനെ സംബന്ധിച്ചിട്ട് 1:42. ഈ അപ്പനെ കുറിച്ച് പറയുമ്പോൾ അപ്പന്റെ നാഭീഫലം എന്നാണ് പറയുക. നാഭി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാഭിക്കും താഴെയാണ്. അപ്പോൾ ജനനേന്ദ്രത്തെ ഉദ്ദേശിക്കുന്നത് നാഭിഫലം, ദ ഫ്രൂട്ട് ഓഫ് ദൈ ലോയൻസ്, അങ്ങനെയാണ് ഹീബ്രു ഭാഷയിൽ പറയുക. നിന്റെ മകൻ എന്ന് പറയില്ല, നിന്റെ നാഭിഫലം.
അങ്ങനെ വളരെ വളരെ കോൺക്രീറ്റ് ഭാഷയാണ്. അമ്മ എന്ന വാക്ക് അമൂർത്തമാണ്. ഇപ്പം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് അമ്മ തൃശ്ശൂരിൽ. അപ്പോൾ എനിക്ക് പറയാൻ തോന്നി അപ്പൻ എറണാകുളത്ത്. ഏതാണ് ഈ അമ്മ എന്ന് പറഞ്ഞത്? മാതാമൃതാനന്ദമയ്യാണത്രേ. തമിഴ്നാട്ടിൽ അമ്മ എന്ന് പറഞ്ഞാൽ ജയലളിതയായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മ എന്ന വാക്ക് കുറച്ച് അമൂർത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസവിക്കാത്ത സ്ത്രീ 2 കുട്ടികളെ കൊണ്ടുവന്ന് അമ്മയായിട്ട് കൊണ്ട് നടക്കുന്നു. അതും അമ്മയാണ്. അതൊക്കെ അമൂർത്തമായ വാക്ക്, അമൂർത്തമല്ല. എന്നാൽ പെറ്റമ്മ, പ്രസവിച്ച സ്ത്രീ മുലപ്പാൽ കൊടുക്കുന്നു. അപ്പോൾ അത് വളരെ ഉദരവും മുലകളും വളരെ മൂർത്തമായ കോൺക്രീറ്റ് ആയിട്ടൊരു ഭാഷയായി. അപ്പോൾ ചിറ്റമ്മയല്ല, പോറ്റമ്മയല്ല, പെറ്റമ്മയും പോറ്റമ്മയുമാണ്. നിന്നെ വഹിച്ച ഗർഭപാത്രം, നിന്നെ പാലൂട്ടിയ മുലകൾ എന്ന് പറഞ്ഞാൽ നിന്റെ പെറ്റമ്മയും പോറ്റമ്മയുമായ സ്വന്തം അമ്മ എന്ന മൂർത്തമായ അർത്ഥമായി. അതാണ് ഈ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ ചിലർ പറയും, അതിൻ്റെ പിന്നാലെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അല്ല എങ്കിലും ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവരത്തെ കൂടുതൽ ഭാഗ്യവാന്മാർ. അല്ല എന്ന് ചിലർക്ക് തർജ്ജമയുണ്ട്. അല്ല എന്നുള്ളത് പോസിറ്റീവായ അർത്ഥത്തിലാണ് അവിടെ. അല്ല, നീ എങ്ങനെ വന്നു ഇവിടെ? അല്ല, ഇതാരത്? നമ്മളങ്ങനെ പറയില്ലേ? ആ ടോൺ കണ്ടോ? നമ്മളൊരു സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നാൽ, അല്ല ഇതെന്താ ഇവിടെ? അല്ല, നീ ഇതെങ്ങനെ ഇവിടെ വന്നേ? അല്ലാന്ന് ചോദിച്ചാൽ ആ ടോൺ മനസ്സിലായോ? ആ അർത്ഥത്തിലാണ് അവൻ എഴുതിയിരിക്കുന്നത്, അല്ലാതെ നിഷേധിച്ചിരിക്കുകയല്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഞാൻ അതെ എന്നാണ് തർജ്ജമ ചെയ്തത്. അവൻ യേശു പ്രതിഭജിച്ചു, അതെ, എങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ മേനൂൻ എന്നാണ് ഗ്രീക്ക് വാക്ക്, മേനൂൻ. ആ വാക്കിന് പല അർത്ഥമുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റാദർ എന്നാണ്, ബട്ടെന്നല്ല റാദർ. അല്ലെങ്കിൽ മച്ച് മോർ, അതിനേക്കാൾ. പ്രത്യുത, ഓൺ ദ കോൺട്രറി, തീർച്ചയായും, ഇൻഡീഡ്, തീർച്ചയായും, അതെ, യാ, അതെ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അല്ല എന്ന് തർജ്ജമ ചെയ്താൽ പോലും ഞാൻ പറഞ്ഞ ടോണിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ടോണിൽ, അല്ലാതെ അത് നെഗറ്റീവ് അല്ല. അതായത് ഈ സ്ത്രീ പറഞ്ഞത് ഖണ്ഡിക്കുകയല്ല ഈശോ മിശിഹ. ആ സ്ത്രീ പറഞ്ഞത് അംഗീകരിക്കുകയാണ്. അതേസമയം യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നുള്ള ആ ഭാഗ്യത്തെക്കാൾ വലിയൊരു ഭാഗ്യമുണ്ട് മറിയത്തിന്. എന്താണത്? ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുക. അത് ചെയ്തവളാണ് മറിയം. കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 1:48 ലൂക്കാസിന്റെ സുവിശേഷം. മറിയം തന്നെ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. അപ്പോൾ ഈ കൂടുതൽ മേന്മയുള്ള ഒരു ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, അല്ലെങ്കിൽ അല്ല, ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. ആ കൂടുതൽ ഭാഗ്യം ചെയ്തതും മറിയം തന്നെയാണ്. ഇതാണ് യേശു പറയുന്നത്. ദൈവപുത്രന് ശാരീരികമായി ഗർഭം ധരിച്ച് പ്രസവിക്കുകയും മുലപ്പാൽ കൊടുക്കുകയും ചെയ്ത മറിയം ഭാഗ്യവതിയാണ്. അത് ആദ്യത്തെ ഭാഗ്യം. കർത്താവ് അരുളി ചെയ്ത കാര്യം നിർവൃത്തിയാകുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ്. ലൂക്ക 1:45 48 1:45. അത് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ആദ്യത്തെ ഭാഗ്യവും ഏറ്റവും വലിയ ഭാഗ്യവും സിദ്ധിച്ച ഒരു പെണ്ണാണ്, ഒരു അമ്മയാണ് മറിയം. അപ്പോൾ നമ്മൾ ഈ സുവിശേഷ പാഠത്തെ, ലൂക്കാസിന്റെ സുവിശേഷം 11:27-28 ആസ്പദമാക്കിയിട്ടാണ് ഈ കവിതകൾ രണ്ടും. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി. അതായത് മറിയം ഈ ജഗന്നാഥനായ വിശുംഭരനായ ഈശോയെ, മിശിഹായെ മുട്ടിന്മേൽ ഏന്തുകയും അവളുടെ കളങ്കമില്ലാത്ത മുലപ്പാല്, അമ്മിഞ്ഞപ്പാല് കൊടുത്ത് പോറ്റുകയും ചെയ്തു. അതിനാൽ ഈ അവനെ ഗർഭം ധരിച്ചപ്പോഴും ഗർഭത്തിൽ കൊണ്ടു നടന്നപ്പോഴും വിസ്മയം കൊണ്ട് നിറഞ്ഞ മറിയം, മേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയുന്നവനെ, മഴ കൊണ്ട് ഭൂമിയെ നനയ്ക്കുന്നവനെ, കന്യക തന്റെ മുലപ്പാൽ ചുരത്തി മുലപ്പാൽ തുള്ളികൾ നൽകി പോഷിപ്പിച്ചു. ഇത് ലൂക്കാസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ലിറ്റർജിയിൽ ഈ കവിത കയറിയിരിക്കുന്നത്. എത്രയോ ബൈബിളിൽ അടിസ്ഥാനമിട്ടതാണ് ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി. ഇതാണ് ഈ സഭാപിതാക്കന്മാരുടെ മെച്ചം. അവര് വേദത്താളുകൾ ഇങ്ങനെ എന്താ പറയാം, അങ്ങനെ കുഴഞ്ഞ്, അതായത് അവര് അതിൻ്റെ ഉള്ളിലാണ്, ഈ തിരുവചനത്തിനുള്ളിലാണ്, വേദത്താളുകളുടെ ഉള്ളിലാണ്. അത് വചനം ഇങ്ങനെ ഊറ്റിക്കുടിച്ചിട്ടാണ് അവരുടെ സാഹിത്യം മുഴുവൻ.
അതുകൊണ്ട് തന്നെ അവരുടെ എഴുതി വെച്ചിരിക്കുന്ന കവിതകളൊക്കെ, അതൊക്കെ ലിറ്ററേച്ചർ വന്നിരിക്കുന്നത്, ആ കവിതകളൊക്കെ ഈ വചനം ഇറ്റിറ്റ് നിൽക്കുന്ന, അത്രയും മനോഹരമായി മുലപ്പാൽ ഇറ്റിറ്റ് വീഴുന്നത് പോലെ ഈ വചനം ഇറ്റിറ്റ് വീഴ്ന്നു നിൽക്കുന്ന കവിതകളാണ്. ആ കവിതകളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി പങ്കുചേർന്ന് ഈ ശിവനായ തിരുനാളിന് ഒരുങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു 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 കാര്യം. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ജാഗരണം കൂടി നമ്മൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്യണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.